ഹലോ ബഡീസ്, വെൽക്കം ബാക്ക് ടു ജി ഇൻഫിനിറ്റി. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ സ്പെഷ്യലായിട്ടുള്ള എപ്പിസോഡാണ്. കാരണം ഇന്നേ വരെ ആദ്യം ചെയ്ത് കണ്ടിട്ടില്ലാത്ത സംഗതിയാണ്. ഡോമിനാറിനകത്ത് നമ്മളെങ്ങനെയാണ് ലിക്വിമോളിയുടെ കൂളൻ്റ് ആഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളോടുള്ളത് രണ്ടുപേരാണ്. ഒന്ന് കിഡോ ഉണ്ട്, ഒന്ന് നമ്മുടെ സ്വന്തം യദു. 2 DMC മെമ്പേഴ്സാണ്. പിന്നെ വേറെ 2 പേരുണ്ട്, കിടന്ന ഉറക്കമാണ്. പിന്നെ നമുക്ക് കാണിക്കാം കേട്ടോ അവരെ സ്ലിപ്പപ്പിൽ കൂടെ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അണ്ടർബെല്ലി ഉണ്ട്. അതായത് നമ്മുടെ ഈ എഞ്ചിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു കവറുണ്ട്. ആ കവർ ഊരിയതിന് ശേഷം മാത്രമേ നമുക്ക് ഈ കൂളൻ്റ് നിറയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ. അപ്പോൾ ആദ്യം 2 സൈഡിൽ അണ്ടർബെല്ലിയിട്ട് നമ്മൾ അഴിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റേഡിയേറ്റർ കാറിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു കവർ പോർഷൻ നമ്മൾ അഴിച്ച് മാറ്റുകയാണ്. ഓക്കെ, നമ്മൾ ബേസിന് അടി വെച്ചിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേലുള്ള റിസർവ് ക്യാപ്പ് ഉണ്ട്. ആ ക്യാപ്പ് അങ്ങൂരിയാണ്. അടിയിലത്തെ ഡ്രെയിൻ ബോൾട്ട് ഊരുകയാണ്. അത് ഊരിയതിന് ശേഷം നമ്മൾ പഴയ കൂളൻ്റ് അഴിച്ചു വിടുകയാണ്. ഓക്കെ ബഡീസ്, അപ്പോൾ നമ്മൾ ഡ്രെയിൻ നെറ്റ് അടയ്ക്കുകയാണ്. ഡ്രെയിൻ നെറ്റ് അടച്ചതിന് ശേഷം നമ്മൾ ഇൻസ്പെക്ഷൻ വിൻഡോയ്ക്കകത്തുള്ള പൈപ്പ് ഊരിവിടുകയാണ്. ഇത് ഊരുമ്പോൾ ഇതിനകത്തൊന്നും പഴയ കിടന്ന കൂളൻ്റ് എല്ലാം വെളി വന്നിട്ടുണ്ട്. കൂളൻ്റ് കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്തിട്ടുണ്ട്. കൂളൻ്റ് ഏതാണ്ട് ഈ കളറാണ് എനിക്ക് വന്നത്. ഇനിയും നമ്മുടെ ഡിസ്റ്റിൽ വാട്ടറാണ്. 5 ലിറ്ററിന് 80 രൂപയാണ്. അപ്പോൾ ഞങ്ങളത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിസ്റ്റിൽ വാട്ടർ ഇതിനകത്ത് നിറച്ച് നമ്മൾ ഫില്ല് ചെയ്തിട്ട് ബാക്കിയുള്ള റെസിഡ്യൂകൾ കളയേണ്ടതാണ്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ബഡീസ്, അപ്പോൾ നമ്മൾ റേഡിയേറ്റർ ടാങ്കിനകത്തോട്ട് ഒഴിക്കുകയാണ്. വെള്ളം ഒഴിക്കണം. രണ്ട് താഴോട്ട് വെള്ളം വീഴുന്നുണ്ട്. നമ്മൾ ഒഴിക്കുന്നതിന് ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം അതിനകത്ത് റേഡിയേറ്ററിനകത്തുള്ള പഴയ കൂളൻ്റ് എല്ലാം കൂടെ ഡ്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ക്ലീൻ ചെയ്തെടുക്കുകയാണ്. പഴയ കൂളൻ്റിൻ്റെ ബാക്കി വരുന്ന റെസിഡ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് മാക്സിമം ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഗ്രീനാണ് നിങ്ങൾ ഒഴിച്ചെങ്കിൽ ഗ്രീന് കംപ്ലീറ്റ് ആയിട്ട് പോയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ അടുത്ത സ്റ്റെപ്പിലോട്ട് വരാവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡ്രെയിൻ ചെയ്യുന്നത് ഫുള്ളായിട്ട് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പ് നമ്മൾ കാണിക്കാം. നമ്മളിപ്പോൾ ഇൻസ്പെക്ഷൻ വിൻഡോയിലുള്ള ട്യൂബ് അഴിച്ചു. അതിനകത്തുനിന്നാണ് ഇപ്പോൾ വെള്ളം ഇറങ്ങുന്നത്. ഡ്രെയിൻ നെട്ടെല്ലാം തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ട്യൂബുണ്ട്, അത് കയറ്റി വെക്കുക കേട്ടോ. ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്റ്റിൽ വാട്ടർ കുറച്ച് നിറച്ചതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ലിക്വിമോളിയുടെ നമ്മുടെ റേഡിയേറ്റർ ഫ്ലഷ് ഉണ്ട്, അതും കൂടെ ആഡ് ചെയ്തിട്ട് ലാസ്റ്റായിട്ട് ഒന്നുകൂടെ ഡിസ്റ്റിൽ വാട്ടർ ആഡ് ചെയ്യുകയാണ്. ലാസ്റ്റ് നമ്മൾ ഡിസ്റ്റിൽ വാട്ടർ എല്ലാം നിറച്ച് ഒരു 10-20 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്തിടണം. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം റേഡിയേറ്റർ ഫാൻ ഓണാവും. ഫോൺ ആയതിന് ശേഷം നല്ലപോലെ ഒന്ന് പതയും. അപ്പം ഈ പതയതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ അഴിക്കും. അപ്പോൾ അത് കളഞ്ഞിട്ട് വേണം നമുക്ക് പുതിയ കൂളൻ്റ് ആഡ് ചെയ്യാൻ, അതായത് ലിക്വിമോളിയുടെ കൂളൻ്റ് ആഡ് ചെയ്യാൻ. ഓക്കെ, നമ്മൾ റേഡിയേറ്റർ ഏകദേശം പകുതി ഫില്ല് ചെയ്യാറുണ്ട്. ഓക്കെ, ഡിസ്റ്റിൽ വാട്ടർ ശകലം കൂടിപ്പോയി, അതുകൊണ്ട് നമ്മൾ കുറച്ചെടുത്ത് കളഞ്ഞു. നമ്മുടെ ഫ്ലഷ് എടുത്തു. ഓക്കെ ബഡീസ്, അപ്പോൾ നമുക്കിവിടെ കാണാവുന്ന നമ്മുടെ റേഡിയേറ്റർ കാർഡിനകത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഫ്ലഷാണ്. ഇത് ഫ്ലഷ് ഒഴിക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പകുതിയോ ഇല്ലെങ്കിൽ 1/4 ഭാഗമോ ഒഴിച്ചാൽ മതി. അത് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ചെയ്താൽ മതി. കാരണം ഇത് സോപ്പ് പതയുന്ന പോലെ ഒരു പതയുന്ന സൊല്യൂഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുന്നത്, ബേസാണ് സംഭവം. അപ്പോൾ ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് പതയും അകത്ത് കിടന്നിട്ട്. അപ്പോൾ ആ പതങ്ങിട്ട് അകത്ത് കിടക്കുന്ന ഇമ്പ്യൂരിറ്റീസ് എല്ലാം വെളി വരികയും കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആവുകയും ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിടാണ്. ഒരു 20 മിനിറ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. ഇത് ഫുള്ള് ഡ്രെയിൻ ചെയ്തിട്ട് നമ്മൾ കൂളൻ്റ് ആഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, നമ്മൾ ഇതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നല്ല ഹീറ്റായിട്ട് ഫാൻ ഓണാണ്. ഫാൻ ഓണായിട്ട് ശേഷം നമ്മളൊന്നുകൂടെ ഡ്രെയിൻ ചെയ്യേണ്ടതാണ്. നമ്മൾ ഡിസ്റ്റിൽ വാട്ടർ ഇതിനകത്ത് ആഡ് ചെയ്തേക്കാണ്. അപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പം ഫാൻ ഓണാവും. അതിനുശേഷം ഡിസ്റ്റിൽ വാട്ടർ നല്ലപോലെ സക്ക് ചെയ്തെടുക്കുന്നതാണ് അകത്തോട്ട്. അപ്പം വാട്ടർ ലെവൽ കുറയും, അതായത് ഡിസ്റ്റിൽ വാട്ടറിൻ്റെ ലെവൽ കുറയും. ഇവിടെ ഇപ്പം നിങ്ങൾക്ക് കാണാം ബബിൾസ് വരുന്നുണ്ടായിരിക്കും. നമ്മുടെ അതിൻ്റെ ടോപ്പിൽ കണ്ട ബബിൾസ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇതാണ് സംഗതി. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് സക്ക് ചെയ്ത് അകത്തോട്ട് പോകും. അന്നേരം നമുക്ക് വണ്ടി ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഡ്രെയിൻ ചെയ്യേണ്ടതാണ്. ബഡീസ്, അപ്പോൾ നമ്മുടെ ഡ്രെയിൻ ബോൾട്ട് അഴിക്കുകയാണ്. അപ്പോൾ ഡ്രെയിൻ ബോൾട്ട് അഴിക്കുമ്പോൾ കാണാം എങ്ങനെയാണ് ഇപ്പം അകത്തുനിന്ന് വരുന്നതെന്ന്. ഓക്കെ ബഡീസ്, അപ്പോൾ നമ്മുടെ റേഡിയേറ്റർ ഫാൻ നല്ല രീതിയിൽ ഓണായിട്ട് ഓഫായി. അപ്പം ഓണാകാത്തവരുണ്ടെങ്കിൽ നല്ല രീതിയിൽ ത്രോട്ടിലൊന്ന് കൊടുത്താൽ മതി. ത്രോട്ടിൽ ആക്സിലേറ്റർ കൊടുത്ത് കഴിയുമ്പോൾ നല്ല രീതിയിൽ ഫാൻ ഓണാവും. ഫാൻ ഓണായിട്ട് ഓഫായി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഡ്രെയിൻ ഇട്ട് ഊരാം. കയ്യിലൊരു ഗ്ലൗസ് കരുതണം, കാരണം നല്ല തിളച്ച വെള്ളമായിരിക്കും കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ഡ്രെയിൻ ബോൾട്ടിൽ നിന്ന് അഴിച്ചപ്പോൾ വന്ന വെള്ളം. ഇൻസ്പെക്ഷൻ വിൻഡോയ്ക്കകത്തും നമ്മൾ പൈപ്പ് ഊരുവാണ്.
ഓക്കെ ബഡീസ്, അപ്പോൾ നമ്മൾ ഇൻസ്പെക്ഷൻ വിൻഡോയ്ക്കകത്തു നിന്നും അതുപോലെ തന്നെ റേഡിയേറ്ററിനകത്തു നിന്നും കംപ്ലീറ്റ് ആയിട്ട് കൂളൻ്റ് റെസിഡ്യൂ എല്ലാം കളഞ്ഞെന്നുള്ള ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നത്. അതായത് കൂളൻ്റ് റീഫിൽ ചെയ്യാനുള്ള സ്റ്റെപ്പാണ് അടുത്തത്. ഓക്കെ, ഇപ്പോൾ ഡ്രെയിനിട്ട് നമ്മൾ അടച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഇൻസ്പെക്ഷൻ വിൻഡോയുടെ പൈപ്പ് കൂടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്ലോസ് ചെയ്യുകയാണ്, കണ്ടോ. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ കാര്യമാണ്. നമ്മുടെ ലിക്വിമോളിയുടെ RAF 12+ 2 കുപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം രണ്ടും നമുക്ക് ഫില്ല് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് കാണിക്കാം. കൂളൻ്റ് ഒഴിക്കുകയാണ്. റേഡിയേറ്ററിൻ്റെ സെക്ഷനിലോട്ടാണ് നമ്മൾ ഒഴിക്കുന്നത് ആദ്യം. അപ്പോൾ ഇത് ഫില്ലായി കഴിഞ്ഞിട്ട് നമുക്ക് ഇൻസ്പെക്ഷൻ വിൻഡോയിലോട്ട് ഒഴിക്കേണ്ടതാണ്. ഇത് ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുള്ളിക്ക് അതിൻ്റെതായിട്ടുള്ള വിലയുണ്ട്. ഇതിപ്പോൾ നമ്മുടെ റിസർവ് ടാങ്കിലോട്ടാണ് ഒഴിക്കുന്നത്. എക്സ്റ്റൻഷൻ ടാബ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ റിസർവ് ടാബ് എന്നാണ് പറയുന്നത്. അതിനകത്ത് ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, നമ്മളിനി വണ്ടി സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. റിസർവ് ടാങ്ക് നമ്മൾ അടച്ചിട്ടുണ്ട്. ഇത് മെയിൻ ടാങ്കാണ്. മെയിൻ ടാങ്ക് തുറന്നു വെച്ചിരിക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എയർ ബബിൾസ് അകത്തുനിന്ന് വന്ന് വെളി ചാടേണ്ടതാണ്. അതിനനുസരിച്ച് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതായത് നല്ലപോലെ ഡ്രെയിൻ ആവും. ഇതിനകത്ത് ബബിൾസ് വന്ന് തുടങ്ങുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ബബിൾസ് വരുന്നുണ്ടായിരുന്നു. ഓക്കെ, ബബിൾസ് ഫുള്ളായിട്ട് അത് കണ്ടോ, ഫാന് ഓണാകുമ്പോൾ അകത്തോട്ട് സക്ക് ചെയ്തെടുക്കുന്നതനുസരിച്ച് നമ്മൾ റീഫിൽ ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ റീഫിൽ ചെയ്ത് ലാസ്റ്റിൽ ബബിൾസ് നിൽക്കുമ്പോൾ എന്തായാലും അവിടെ വെച്ച് നിർത്തണം. ഓക്കെ ഓക്കെ അപ്പം ഇതാണ് ലിക്വിമോളിയുടെ റെഡ് കൂളൻ്റ്. ഓക്കെ, ബൈക്കിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇച്ചിരി കോസ്റ്റ്ലി ആണ്. RAF 12+ തന്നെ യൂസ് ചെയ്യുക. ഓക്കെ, RAF 12+ എന്ന് പറയുന്ന ഒരു ലിക്വിമോളിയുടെ കൂളൻ്റാണ്. ഇത് അടിപൊളി കൂളൻ്റാണ്. പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾക്ക് മുമ്പ് നമ്മൾ കുറേ ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ്. ഡോമിനാറിന് സ്പെഷ്യലായിട്ട് ഉള്ളൊരു ഐറ്റമാണിത്. അപ്പോൾ എന്തായാലും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും യൂസ് ചെയ്ത് നോക്കുക. നമ്മുടെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. നല്ല രീതിയിൽ വണ്ടി കൂളാകുന്നുണ്ട്. അധികം ഹീറ്റ് ആകാറില്ല. പിന്നെ അതോടൊപ്പം തന്നെ ഫാൻ അധികം ഓൺ ആകാറില്ല നമ്മുടെ റേഡിയേറ്ററിൻ്റെ. അതുപോലെ നല്ലൊരു സൊല്യൂഷനാണ് ഈ പറയുന്ന RAF 12+ എന്ന് പറയുന്നത് ലിക്വിമോളിയുടെ. അപ്പോൾ എന്തായാലും വണ്ടി 20 മിനിറ്റ് സ്റ്റാർട്ടാക്കി കിടക്കുവാണ്. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാണിച്ചു തരാം. ഓക്കെ, കൂളൻ്റ് കുറഞ്ഞു വരികയാണ്. അതിനുശേഷം നമ്മൾ ഒന്നുകൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. ടോപ്പപ്പ് ചെയ്യുകയാണ്. ടോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത കുപ്പി നമ്മൾ പൊട്ടിക്കുകയാണ്. ടോട്ടലി 2 കുപ്പിയാണ് ഞാൻ വാങ്ങിയത്. നമുക്ക് കാണാം ഇത് കൂളൻ്റ് കംപ്ലീറ്റ് ഫില്ലായിട്ടുണ്ട്. ബബിൾസ് കുറേയൊക്കെ വന്നിട്ടുണ്ട്. ഇനിയും ബബിൾസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയിട്ട് ലാസ്റ്റായിട്ട് ഒന്നുകൂടെ ഫാൻ ഓൺ ആവുകയാണെങ്കിൽ കുറച്ചുകൂടെ വലിക്കും. അതിനുശേഷം കുറച്ചുകൂടെ ടോപ്പപ്പ് ചെയ്തതിന് ശേഷം തിരിച്ച് അടയ്ക്കുന്നതാണ്. ഓക്കെ, ഫാൻ ഓൺ ആയിട്ടുണ്ട്. ഇപ്പം മേളിൽ ബബിൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്, കാണുന്നുണ്ട്. ബബിൾസാണ് കുറച്ച് താഴും. അതിനുശേഷം ഒന്നുകൂടി ടോപ്പപ്പ് ചെയ്യും. ടോപ്പപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ അടയ്ക്കുകയാണ് കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ നമ്മുടെ ലാസ്റ്റായിട്ടുള്ള നമ്മുടെ കൂളൻ്റ് ഫില്ലാക്കിയിട്ടുണ്ട്. എയർ ബബിൾസ് കംപ്ലീറ്റ് ആയിട്ട് വെളിയിൽ വന്നിട്ടുണ്ട്. അപ്പം ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മെയിൻ ക്യാപ്പ് ഇല്ലെങ്കിൽ റേഡിയേറ്ററിലോട്ട് പോകുന്നതിൻ്റെ അകത്തോട്ട് ഉള്ള ക്യാപ്പ് നമ്മൾ അടയ്ക്കേണ്ടതാണ്. അടച്ചതിന് ശേഷം ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇപ്പോൾ നമ്മൾ സഹായിച്ച കിടോയ്ക്കും യദുവിനും ഇതിനെ കാണാമല്ലോ അല്ലേ. എൻ്റെ പേരിലും എൻ്റെ വണ്ടിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ കണ്ട നിങ്ങൾക്കും താങ്ക് യു. വണ്ടിയുടെ അതേ കളർ തന്നെയല്ലേ കൂളൻ്റിലും. അതൊരു വലിയ പ്രത്യേകതയായിരുന്നു കേട്ടോ. ലിക്വിമോളിയുടെ കൂളൻ്റിലോട്ട് ചേഞ്ച് ചെയ്യുവാണെങ്കിൽ എന്തായാലും ഇത്ര സ്റ്റെപ്സാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും നമ്മുടെ വ്ളോഗ് ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും 2 പേരുണ്ടല്ലോ എടാ. 2 പേരും കൂടെ ഉണ്ട്. അവരെയും കൂടെ കാണിച്ചിട്ട് നമ്മൾ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും വിളിക്കാൻ പണിയെടുത്ത് ശീലിച്ചോളാം. അയ്യോ, 2 ഗവൺമെൻറ് രാവിലെ വന്നാണ് ഗൈസ്. കുറച്ച് ചോറ് തരുമെന്ന് പറഞ്ഞിട്ട് കിടന്നുറങ്ങിയത് ഇവിടെ. പിന്നെ നിനക്കുന്നില്ല ഇതുവരായിട്ട് എന്ത് ചെയ്യാനല്ലേ ഇത്ര ചോറ് ആശാനെന്ന് പറഞ്ഞിട്ട് ചായ പിടിക്കണം. MBD അല്ലടാ, അവന്റെ ഉറക്കത്തിൽ വരെ വന്ന് സ്വപ്നത്തിൽ പിടിച്ചതാന്ന് തോന്നുന്നു. നിർത്താനൊന്നുമില്ല, നിർത്തി കിട്ടി. നമ്മുടെ കിടോ കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇടുകയാണ്. നമ്മുടെ കൂളൻ്റെ കൈ വീണ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമുള്ള സംഗതിയാണെന്നാണ് ഇവൻ പറഞ്ഞത്. കുടിച്ചു നോക്കാനാണ്. കൂളൻ്റ് തന്നെ ആണോ? കൂളൻ്റ് ആണോ ഗൈസ്? ഒറ്റ ചുവപ്പ് പോലും ഇല്ലല്ലോ അന്ന് പോയത്. ചുവപ്പ്, പച്ച, നീല, ഹൈപ്പർ ഷിഫ്റ്റായി കളറ്. ഇപ്പോൾ അതെ 15-20 മിനിറ്റത്തേന് സ്റ്റാർട്ട് ചെയ്തിട്ടേക്കാണ്.
എങ്ങനെയുണ്ടോ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട്? സമാധാനമുണ്ട്. അതെ അതെ, നല്ല പണിയാണ് കേട്ടോ. പിന്നെ നല്ല പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടാർ പണിയാണ്. ഏതെങ്കിലും വർഷോപ്പിൽ കയറട്ടെ. ഇവിടെ നമുക്ക് പടോക്ക് സ്റ്റാൻഡ് ഒന്നും ഇല്ല. പടോക്ക് സ്റ്റാൻഡിന് പകരം എൻ്റെ ഇവിടെ ക്വാറന്റൈൻ എടുത്തിട്ട് കമർത്തിയിട്ട് അതേൽ വെച്ചിരിക്കുകയാണ്. സ്റ്റാൻഡൊക്കെ ക്വാറന്റൈൻ്റെ ഒരു കാലയിലാണ്, മറ്റേ വശം ചെടിച്ചട്ടി വെച്ചിരിക്കും. പടോക്ക് സ്റ്റാൻഡിന് പകരം റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഇല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവായിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നൊരു സംഗതിയാണ്. നിങ്ങളും കൂടെ ട്രൈ ചെയ്ത് നോക്കിയോ. ഇതിൻ്റെ അടിയിൽ ഒരു ജാക്കിങ്ങൾ വെച്ചിട്ടുണ്ട് കണ്ടോ, അണ്ടപ്പല്ലിയുടെ അവിടെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലെ സെറ്റപ്പ് വേറെ എവിടെയെങ്കിലും കിട്ടുമോ? മലയാളി പുലിയല്ലേ എന്നിവിടെ ഗ്ലൗസ് ഇട്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ലിക്വിമോളിയുടെ ഫ്ലഷ്, അതായത് നമ്മുടെ കൂളൻ്റ് ഫ്ലഷ് കേട്ടോ, റേഡിയേറ്റർ ഫ്ലഷ്. കിടവയ്ക്കിരിക്കാൻ ഒരു തടി കഷ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലാണ് കിടോ ഇരുന്ന് ചെയ്യാൻ പോകുന്നത്.